ഹലോ മൈ ഡേ ക്ലാസ് 9 ഫാമിലി മക്കളെ, ഓണം എക്സാം ആവാനായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഹിസ്റ്ററിയിലെ ആദ്യത്തെ 2 ചാപ്റ്റർ ഉണ്ട്, മൂവിംഗ് ഫോർവേഡ് ഫ്രം ദ സ്റ്റോൺ ഏജും ഐഡിയാസ് ആൻഡ് ഏർലി സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞ 2 ചാപ്റ്റർ. ഈ 2 ചാപ്റ്ററിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ 2 ചാപ്റ്ററും കണക്റ്റഡ് ആയിട്ടുള്ള ചാപ്റ്ററുകളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ചാപ്റ്ററുകൾ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പുതിയൊരു ടെക്നിക്ക് വളരെ കുറഞ്ഞ സമയം കൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പറഞ്ഞു തരാണ്. അതായത് വിത്തൗട്ട് എനി വേർഡ്സ്, വാക്കുകളില്ലാതെ കുറച്ച് പിക്ചറുകൾ മാത്രം വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ 2 ചാപ്റ്ററുകളും തമ്മിലുള്ള ഒരു ബന്ധം ഒന്ന് നോക്കി നോക്കാം. അപ്പോൾ ഇതിലൂടെ നിങ്ങൾക്ക് എക്സാമിന് കുറച്ചും കൂടെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നതായിരിക്കും. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ആദ്യത്തെ ചാപ്റ്റർ ആയിട്ടുള്ള മൂവിംഗ് ഫോർവേഡിൽ ഒരുപാട് ഏജസിനെ പറ്റി, ഒരുപാട് യുഗങ്ങളെ പറ്റി നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ടും ആദ്യം നമ്മൾ സ്റ്റോൺ ഏജ് എന്ന് പറഞ്ഞൊരു യുഗത്തിനെ പറ്റി പഠിക്കുന്നുണ്ട്, അഥവാ ശിലായുഗം എന്ന് പറഞ്ഞ യുഗത്തിനെ പറ്റി പഠിക്കുന്നുണ്ട്. ആ യുഗത്തിൽ 3 എണ്ണമായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ ഒന്നാമതാണ് പ്രാചീന ശിലായുഗം, അഥവാ നമ്മൾ അതിനെ വിളിക്കും പാലിയോലിത്തിക് ഏജ് എന്നുള്ളത്. അപ്പം സ്വാഭാവികമായിട്ടും ഇവിടെ നിങ്ങൾക്ക് ഒരു പിക്ചർ കാണാൻ പറ്റും. ആദ്യകാലങ്ങളിൽ ആളുകൾ എന്ന് പറയുന്നത് എന്താണോ കല്ലുകൾ, ഓക്കെ, അവരെ ഇപ്പോൾ ഒരു മൃഗം ആക്രമിക്കാൻ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അവർ കൈ കിട്ടുന്ന കല്ലെടുത്തിട്ട് എറിയുക, ഓടിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ റഫ് ആയിട്ടുള്ള സ്റ്റോൺ ആണ് ആര് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്? പ്രാചീന ശിലായുഗത്തിൽ ആളുകൾ ഉപയോഗിച്ചിരുന്നത്. അവർ വേറൊരു പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ അവർ സ്ഥിരമായിട്ടൊരു സ്ഥലത്ത് താമസിക്കുന്ന ആളുകളല്ല, യാത്ര ചെയ്ത് നൊമാഡ്സുകളായിട്ട് ജീവിക്കുന്ന ആളുകളെയാണ് നമ്മൾ പ്രാചീന ശിലായുഗത്തിലെ ആളുകൾ എന്ന് വിളിക്കുക. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ യുഗത്തിന്റെ ഒരു ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അതിനുശേഷം നിങ്ങൾ ഇവിടെ കാണുന്നതാണ് രണ്ടാമത്തെ യുഗം, അതായത് മിസോലിത്തിക് ഏജ് എന്ന് പറയും. കുറച്ചുകൂടെ മുന്നോട്ട് പോയി ആളുകൾ കുറച്ചുകൂടെ ബുദ്ധിവികാസം പ്രാപിച്ചു. സ്വാഭാവികമായിട്ട് അവർ ഉപയോഗിക്കുന്ന കല്ലുകളിൽ അവർ വ്യത്യാസങ്ങൾ വരുത്താൻ തുടങ്ങി. തൊട്ട് മുന്നേ നമ്മൾ റഫ് സ്റ്റോൺ ടൂൾസ് ആണ് കണ്ടിട്ടുള്ളത്. എന്താണോ കല്ല് ആ യഥാർത്ഥ രൂപത്തിൽ അതിനെ ഉപയോഗിക്കുക എന്നുള്ളത് ആണ് പ്രാചീന ശിലായുഗത്തിൽ കണ്ടതെങ്കിൽ മീസോലിത്തിക്കിലേക്ക് വന്നപ്പോൾ അതിനെ അവർ ചേഞ്ച് ചെയ്യാൻ തുടങ്ങി. പോളിഷ്ഡ് ആയിട്ടുള്ള, കുറച്ച് മിനുസപ്പെടുത്തിയിട്ടുള്ള, ചെറിയ മൈക്രോ ആയിട്ടുള്ള കുറെ കല്ലുകളാണ് അവർ ഉപയോഗിച്ചത്. അവർ ഫാഷനിങ്, യൂട്ടിലൈസേഷൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആ ഭാഗത്ത് കാണുന്നതാണ്. അപ്പം നിങ്ങൾ ഇവിടെ ചിന്തിച്ചാൽ മതി, കല്ലുകളെ മൈക്രോ ആയിട്ട് ചെറിയ ചെറിയ ചീളുകളായിട്ട് ഉപയോഗിക്കുന്ന കാലഘട്ടം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മീസോലിത്തിക്കാണ്. ഇനി ഈ മീസോലിത്തിക്കിന്റെ എൻഡ് സ്റ്റേജിലൊക്കെയാണ് കമ്മ്യൂണിക്കേഷൻ അഥവാ ഈ പറഞ്ഞുള്ള ആശയവിനിമയം എന്ന് പറഞ്ഞ സാധനമൊക്കെ ഉണ്ടായി വന്നതും എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തു വെച്ചോളൂ. അതിനുശേഷം കുറച്ചുകൂടെ മുന്നോട്ട് പോയി കാലം കുറച്ചുകൂടെ കഴിഞ്ഞു. മൂന്നാമത്തെ സ്റ്റേജ് ആയിട്ടുള്ള നിയോലിത്തിക് അഥവാ നവീന ശിലായുഗം എന്ന് പറഞ്ഞൊരു സ്റ്റേജിലേക്ക് എത്തുകയാണ്. അവിടെ ആളുകളുടെ ബുദ്ധിവികാസം അതിന്റെ പീക്ക് സ്റ്റേജിൽ എത്തുകയാണ്. ഓക്കെ, മനുഷ്യന്മാരുടെ ബുദ്ധി എന്താവാണ്, കുറച്ചുകൂടെ പീക്ക് സ്റ്റേജിൽ എത്തിയിട്ട് അവർ 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ അവിടെ ചെയ്യുകയാണ്. ഇത് തന്നെയാണ് നിങ്ങൾ നിയോലിത്തിക് ഏജിന്റെ കാര്യത്തിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ അത് കൃത്യമായിട്ട് നിങ്ങൾ എഴുതേണ്ട ഫീച്ചറുകൾ എന്ന് പറയുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം നിങ്ങൾക്ക് ഇവിടെ കണ്ടാൽ മനസ്സിലാവും, കൃഷി എന്ന് പറഞ്ഞ സാധനം സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, അഗ്രികൾച്ചറിന്റെ ബിഗിനിങ് സ്റ്റേജ് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നിയോലിത്തിക് കാലഘട്ടത്തിലാണ്. അതിനുശേഷം പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് അവർ മൃഗങ്ങളെ ഇണക്കി വളർത്താൻ തുടങ്ങി. ഡൊമസ്റ്റിക്കേഷൻ ഓഫ് ആനിമൽസ് എന്ന് പറഞ്ഞ സാധനം ഇവിടെ വരാൻ തുടങ്ങി. അപ്പോൾ 2 പ്രധാനപ്പെട്ട സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, നിയോലിത്തിക് ഏജിൽ കാണാൻ പറ്റും. ഈ നിയോലിത്തിക് ഏജിനെ ഇങ്ങനെയുള്ള സവിശേഷതകളും പ്രത്യേകതകളായിട്ട് പറഞ്ഞൊരു വ്യക്തിയുണ്ട്. ആ വ്യക്തിയുടെ പേര് നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യുക, അത് ഞാൻ നോക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ സ്വാഭാവികമായിട്ട് നിയോലിത്തിക് ഏജിൽ അവർ കുറച്ചും കൂടെ സൊഫിസ്റ്റിക്കേറ്റഡ് ഹണ്ടിങ്ങും അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള എന്താ പറയുക കൃഷിയും അതുപോലെ തന്നെ വേട്ടയാടലൊക്കെ പറഞ്ഞിട്ടുള്ള വളരെയധികം വലിയ രീതിയിൽ അത് എക്സ്റ്റെൻസീവ് ആയിട്ട് അവർ കണ്ടിന്യൂ ചെയ്തു പോയിരുന്ന കാലഘട്ടമാണെന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. പെർമനന്റ് ആയിട്ട് അവർ സെറ്റിൽമെന്റ് നടത്തി, അതായത് വീടൊക്കെ വെച്ച് ഒരു സൊസൈറ്റി പോലെയൊക്കെ ആയിട്ട് ആളുകൾ എന്ത് ചെയ്തു, ഒരുമിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യമൊക്കെ നമുക്ക് ഈ പറഞ്ഞ നിയോലിത്തിക്കിന്റെ അഥവാ നവീന ശിലായുഗ കാലഘട്ടത്തിൽ കാണാൻ പറ്റും. അത് കഴിഞ്ഞ് കാലം കുറച്ചുകൂടെ മുന്നോട്ട് പോവാണ്. സ്വാഭാവികമായിട്ട് നമ്മളവിടെ ബ്രോൺസ് ഏജ്, ഇത്രത്തോളമാണ് നമ്മൾ സ്റ്റോൺ ഏജ് എന്ന് പറഞ്ഞ കാലഘട്ടം ഉള്ളത്. അതിനുശേഷം നിങ്ങൾ കാണുന്ന ഒരു ഏജ് ആണ് ബ്രോൺസ് ഏജ് അഥവാ വെങ്കല യുഗം എന്ന് പറയും. നിങ്ങൾ അവിടെ ഇൻഡസ് വാലി സിവിലൈസേഷൻ പോലുള്ളതും അല്ലെ, സിന്ധു നദീതട സംസ്കാരം പോലുള്ളതും, ചൈനീസ് സിവിലൈസേഷനും ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ പോലുള്ള ഒരുപാട് സംസ്കാരങ്ങളൊക്കെ ഉണ്ടായത് ഈ ബ്രോൺസ് ഏജിലാണ് അഥവാ വെങ്കല യുഗത്തിലാണ്. എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഈ പറഞ്ഞ ഉപകരണങ്ങൾ, ആയുധങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബ്രോൺസ് അഥവാ വെങ്കലം ഉപയോഗിച്ചു എന്നുള്ളതാണ് ഇവിടെയുള്ള പ്രത്യേകത. അപ്പൊ ആ ഒരു കാര്യം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ വേറൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, ഇതിന്റെ ഇടയിലൊരു സാധനമുണ്ട്, അതിനെ നമ്മൾ ചാൽക്കോലിത്തിക് ഏജ് എന്ന് വിളിക്കുക, താമ്രശിലായുഗം. നമ്മൾ തൊട്ട് മുന്നേ കണ്ടത് ഇവിടെ ബ്രോൺസ് മാത്രമേ ഉള്ളൂ, ആയുധങ്ങൾ മാത്രമേ ഉള്ളൂ, അവിടെ കല്ലിന്റെ ഉപയോഗമില്ല. അപ്പൊ കല്ലിന്റെ ഉപയോഗവും സ്റ്റോണിന്റെ ഉപയോഗവും അതേപോലെ തന്നെ ആയുധങ്ങൾ, ഇരുമ്പിന്റെ അല്ലെങ്കിൽ ലോഹത്തിന്റെ ആയുധങ്ങൾ ഉപയോഗിച്ചൊരു കാലഘട്ടത്തിന്, 2 കൂടെ മിക്സ് ആയ ഒരു കാലഘട്ടത്തിന് നമ്മൾ ചാൽക്കൊലിത്തിക് ഏജ് അഥവാ താമ്രശിലായുഗം എന്ന് വിളിക്കാം. അപ്പൊ ഈ പിക്ചറിൽ നിങ്ങൾക്ക് 2 കാണാൻ പറ്റും. ആ ഒരു പോയിന്റ് മനസ്സിൽ ആലോചിച്ച് വെക്കാം. അതിനുശേഷം പിന്നെയും മുന്നോട്ട് പോവാണ്. ഇനി നമ്മുടെ ചാപ്റ്ററിന്റെ അവസാന ഭാഗത്തേക്ക് വരും നമ്മൾ
വേദകാലഘട്ടത്തിനെ കാണും. വേദകാലഘട്ടത്തിനെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഏർലി വേദകാലഘട്ടം എന്നും അതിനുശേഷം ലേറ്റർ വേദകാലഘട്ടം, വേദിക് പീരീഡ് എന്നും നമ്മൾ തരംതിരിച്ചിട്ടുണ്ട്. ഇതിന്റെ ഒരു കണ്ടിന്യൂവേഷൻ ആണ് നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഐഡിയാസ് ആൻഡ് ഏർലി സ്റ്റേജ്. നമ്മൾ എവിടെയാണോ ഫസ്റ്റ് ചാപ്റ്റർ നിർത്തുന്നത് അതിന്റെ ഒരു കണ്ടിന്യൂവേഷൻ ആണ് എന്തെന്ന് പറയുന്നത് രണ്ടാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത്. ആ രണ്ടാമത്തെ ചാപ്റ്ററിൽ നിങ്ങൾ ഈ ആശയങ്ങളും അല്ലെങ്കിൽ വേദകാലഘട്ടത്തിൻ്റെയൊക്കെ ഒരു എന്താ പറയുക മാക്സിമം അതിന്റെ അപ്മോസ്റ്റ് ലെവലിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കാണാൻ പറ്റും. അതായത് ഗംഗാ സമതലത്തിലാണ് ആശയങ്ങൾ ഉണ്ടാവുന്നത് പറഞ്ഞു വെക്കുന്നുണ്ട്. വേദകാലഘട്ടത്തിൽ ഗംഗാ സമതലത്തിലാണ് ആശയങ്ങൾ ഉണ്ടാവുന്നത്. അപ്പൊ നോർമലി അവിടെ നിങ്ങൾക്ക് ഒരു സൊസൈറ്റി ബിൽഡ് ചെയ്തെടുക്കുന്നതായിട്ട് കാണാൻ പറ്റും. മഹാജനപദങ്ങളായിട്ടും ട്രേഡ് ആയിട്ടും അഗ്രികൾച്ചർ ആയിട്ടും ഒക്കെ നിങ്ങൾ കാണാൻ പറ്റും. ഇവിടെ തന്നെ എസ്പെഷ്യലി അഗ്രികൾച്ചറിന് പ്രാധാന്യം കിട്ടിയിരുന്നു. എന്തുകൊണ്ട് ഗംഗാ ബേസിൻ ചോദിച്ചു കഴിഞ്ഞാൽ ഗംഗയുടെ സമതലമാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് അവിടെ വളക്കൂറുള്ള മണ്ണുണ്ടാവും, ജലലഭ്യതയുണ്ട്, നല്ല മഴയുണ്ട് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ, ഇരുമ്പിന്റെ അംശം ഉള്ളതുകൊണ്ട് തന്നെ ആ ഒരു മേഖല എന്തായി മാറി, ഒരു സൊസൈറ്റി, ഒരു സമൂഹം ക്രിയേറ്റ് ചെയ്യുന്നതിന് കാരണമായിട്ട് മാറി എന്നാണ് പറഞ്ഞു വെക്കുന്നത്. അപ്പൊ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഈ പറഞ്ഞിട്ടുള്ള അഗ്രികൾച്ചർ എന്ന് പറഞ്ഞ സാധനം കംപ്ലീറ്റ്ലി എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? അനിമൽസ് അഥവാ മൃഗങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. സ്വാഭാവികമായിട്ടും അന്നുണ്ടായിരുന്ന ആളുകൾ, അതായത് യാഗങ്ങളുടെ പേരിലും ആചാരങ്ങളുടെ പേരിലും അനുഷ്ഠാനങ്ങളുടെ പേരിലും ഈ മൃഗങ്ങളെ സാക്രിഫൈസ് ചെയ്യായിരുന്നു. മൃഗബലി അഥവാ ആനിമൽ സാക്രിഫൈസ് എന്ന് പറഞ്ഞ സംഭവം നടത്തി. അങ്ങനെ നടത്തിയപ്പോൾ ഇതിന്റെ ഇടയിൽ വേദങ്ങളെ പറ്റിയിട്ട് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അപ്പൊ വേദങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അനിമൽ സാക്രിഫൈസ് ഒക്കെ ഉണ്ടാവുക. ഋഗ്വേദ, യജുർവേദ, സാമവേദ പോലുള്ള വേദങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള അനിമൽ സാക്രിഫൈസ് നടക്കുക. അപ്പൊ ഇത് ആർക്ക് ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ അഗ്രേറിയൻസിനാണ്, കൃഷിക്കാർക്കായിരിക്കും അഫക്റ്റ് ചെയ്യാൻ പോകുന്നത്. കാരണം അവരെന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്? മൃഗങ്ങളെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും മൃഗങ്ങളെല്ലാം കൊന്നു കഴിഞ്ഞാൽ ഇവരുടെ കൃഷിക്ക് അത് നെഗറ്റീവായിട്ട് ബാധിക്കും. അങ്ങനെ ബാധിച്ചപ്പോൾ ഇതിനെതിരെ സംസാരിച്ച രണ്ട് പ്രധാനപ്പെട്ട ആശയങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ ആശയമാണ് എന്ന് പറയുന്നത് വർദ്ധമാന മഹാവീരൻ സ്ഥാപിച്ചിട്ടുള്ള ജൈനമതം എന്ന് പറയുന്നത്. അപ്പൊ ജൈനമതത്തിന്റെ ആശയങ്ങളും പ്രിൻസിപ്പിൾസ് ഒക്കെ മക്കൾ